നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡൈപ്പർ റാഷ് ക്രീമുകളെ പറ്റിയിട്ട് പരിചയപ്പെടാം. നമ്മൾ ഓൾറെഡി ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന എണ്ണകൾ, ഡൈപ്പർ റാഷ് വന്നാൽ ഉപയോഗിക്കാൻ പറ്റുന്ന എണ്ണകൾ, അതുപോലെ തന്നെ ഹെർബൽ ആയുർവേദിക് പൗഡറുകൾ ഡൈപ്പർ റാഷ് വന്നാൽ ഉപയോഗിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ വരാതെ ഉപയോഗിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മൾ ക്രീമുകൾ ചെയ്തിട്ടില്ല. അപ്പോൾ ആൾക്കാർ ചോദിച്ചു ഏതൊക്കെ ക്രീമുകൾ, ഒരു മെഡിസിനൽ വാല്യൂ ഉള്ള ഏതൊക്കെ ക്രീമുകൾ നമുക്ക് ഡൈപ്പർ റാഷ് വന്നാൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഡൈപ്പർ റാഷ് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്കറിയാം, ഡയപ്പർ ഇട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ തുണി തന്നെ ഉപയോഗിക്കുന്നവർക്ക് ചൂട് മൂലം കുട്ടികൾക്ക് ആ തൊടയിലും പരിസരത്തും ഒക്കെ ആയിട്ട് നന്നായിട്ട് റാഷസ് വരികയും അത് ചൊറിഞ്ഞു പൊട്ടുകയും ഭയങ്കരമായിട്ട് കുട്ടിക്ക് ഇറിറ്റേഷൻ വരികയും ഒക്കെ നല്ല ചുവന്ന് നന്നായിട്ട് തുടുത്ത് കിടക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഏതൊക്കെ ക്രീംസ് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് അത്യാവശ്യം നല്ല നമുക്കൊരു 5 ക്രീംസ് പറയുന്നുണ്ട്. നമുക്ക് കുട്ടിക്ക് ഒരു സംശയവുമില്ലാതെ അല്ലെങ്കിൽ ഭയമില്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന 5 ക്രീംസ്, ഹാർഷ് കെമിക്കൽസും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാത്ത 5 ക്രീംസ് ഞാൻ പറയാം. ആദ്യത്തെ തന്നെ നമുക്ക് പിരാമൽ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ലിറ്റിൽസ് ആണ് അതിൻ്റെ ബ്രാൻഡ് നെയിം, പിരാമൽ കമ്പനി. അപ്പോൾ അതിൻ്റെ ഡയപ്പർ റാഷ് ക്രീം ഉണ്ട്. ലിറ്റിൽസിൻ്റെ ഡയപ്പർ റാഷ് ക്രീം ഞാൻ കണ്ടതിൽ വളരെ നല്ലൊരു ഡയപ്പർ റാഷ് ക്രീമാണ്. എത്ര വലിയ ഡയപ്പർ റാഷസ് വന്നാലും എത്ര കഠിനമായിട്ട് വന്നാലും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് നമുക്ക് അലോവേര ജെല്ല്, അതുപോലെ തന്നെ നീമിൻ്റെ എക്സ്ട്രാക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ നമ്മുടെ കുട്ടിക്ക് സേഫ് ആണല്ലോ, ഹാംഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. വളരെ യൂസ്ഫുൾ ആണ്. കുട്ടിക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു കൂളിംഗ് ഒരു എഫക്റ്റ് കിട്ടുകയും പെട്ടെന്ന് ആ കരച്ചിൽ ഇറിറ്റേഷനൊക്കെ നിർത്തുന്നത് കാണാം ഡയപ്പർ റാഷ് നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ. അതുപോലെ വരാതിരിക്കാനും നമുക്ക് ഈ ക്രീം ഉപയോഗിക്കാവുന്നതാണ്. യാതൊരു സ്കിൻ പ്രോബ്ലംസും ഉണ്ടാക്കുന്നതല്ല. അടുത്തത് അട്രിമേഡ് എന്ന കമ്പനിയുടെ മോയ്സ് എന്ന് പറഞ്ഞ ഹെർബൽ മോയ്സ്ചറൈസർ ആണ്. ഇത് ശരിക്കും ഒരു മോയ്സ്ചറൈസർ കാറ്റഗറിയിലാണ് പെടുന്നത് എങ്കിലും ഡയപ്പർ റാഷ് ക്രീമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ബെസ്റ്റ് ഒരു സാധനം. കംപ്ലീറ്റ്ലി ഹെർബലാണ്, ഏലക്കയൊക്കെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതുകൊണ്ട് തന്നെ നല്ലൊരു മോയ്സ്ചറൈസിങ്, ഒരു സൂതനിങ് എഫക്റ്റ് ആണ് ഇതിന് കിട്ടുന്നത്. നല്ലൊരു കൂളിങ്ങുമാണ് കുട്ടികൾക്ക്. നല്ല ചൂടും നല്ല ഇറിറ്റേഷനും ഉള്ള കുട്ടികൾക്ക് കൂളിംഗ് എഫക്റ്റ് കിട്ടാൻ തീർച്ചയായിട്ടും നമുക്ക് അട്രിമേഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ മോയ്സ്ചറൈസർ ഉപയോഗിക്കാം. അത് കുട്ടിക്ക് ഒരു ഡയപ്പർ റാഷ് ക്രീമാണ്, ആയുർവേദിക്കാണ്, അതുകൊണ്ട് പേടിക്കാനില്ല. അടുത്തത് ഞാൻ പറയുന്ന ആയുർവേദിക് അല്ല, എന്നാൽ ഹെർബൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. സെറ്റാഫിലിൻ്റെ ഡയപ്പർ റാഷ് ക്രീമാണ്. ഇതിന് കുറച്ച് വിലയുണ്ടെങ്കിലും ഇത് ഹെർബൽ ഫോമാണ്. സൺഫ്ലവർ സീഡ് ഓയിലും ആൽമണ്ട് ഓയിലും അതുപോലെ തന്നെ ഷിയ ബട്ടറും ഗ്ലിസറിനും ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. സിങ്ക് ഓക്സൈഡ് ഉണ്ട്. പക്ഷെ എന്നാലും ആ ഒരു ഹെർബൽ ഫോർമുലേഷൻസ് ആൻഡ് ഓയിൽസ് വളരെ ഹീലിംഗ് എഫക്റ്റ് ആണ്. ഭയങ്കര അലർജി പോലെ വന്നാലും ഈ സെറ്റാഫിലിൻ്റെ ഡയപ്പർ റാഷ് ക്രീം ഉപയോഗിച്ചാൽ നല്ലതാണ്. അടുത്തത് ഇപ്പം നമുക്ക് ഇതൊക്കെ അത്യാവശ്യം പൈസയുള്ളതാണ് ഞാൻ പറഞ്ഞ ക്രീംസ്. ഇനി അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഒരു റേഞ്ചിൽ വരണമെങ്കിൽ, കുറച്ച് പൈസ കുറഞ്ഞത് കിട്ടണമെങ്കിൽ ഹിമാലയ ഡയപ്പർ റാഷ് ക്രീമാണ്. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, അതിൻ്റെ ആക്ഷൻ ചെയ്യുന്നുണ്ട്, ഡയപ്പർ റാഷസ് ഒക്കെ പോകുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് വാസ്വിൻ്റെ ക്യൂട്ടിസ് ക്രീമുണ്ട്. അത് ശരിക്കും ഒരു ഡയപ്പർ റാഷ് ക്രീം അല്ല, പക്ഷേ നല്ലതാണ് കേട്ടോ. സ്കിൻ കണ്ടീഷൻസിന് പ്രത്യേകിച്ച് ചൊറിഞ്ഞിട്ട് നല്ല പോലെ ഡയപ്പർ റാഷസ് ഉണ്ടെങ്കിൽ വാസുവിൻ്റെ ഈ ക്രീം, ക്യൂട്ടിസ് ക്രീം എന്നാണ് അതിൻ്റെ പേര്, അത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അതൊരു കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നില്ല. പ്രത്യേകിച്ച് നമുക്ക് ആ ഒരു ബട്ടക്സിന്റെ ഇടയിലൊക്കെ നന്നായിട്ട് ഇപ്പൊ കുറേ പ്രാവശ്യമൊക്കെ കുട്ടിക്ക് വയറ്റിൽ നിന്നൊക്കെ പോയി അങ്ങനെ അവിടെ വരുന്ന റെഡ്നെസ് ഒക്കെ മാറ്റാൻ വേണ്ടി ക്രീം നല്ലതാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞതൊക്കെ കുട്ടിക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ആയുർവേദിക് ആൻഡ് ഹെർബൽ ഫോർമുലേഷൻസ് ഓഫ് ഡയപ്പർ റാഷ് ക്രീമാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.